ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഒരു മാസത്തിന് ശേഷം പിന്നെ നമ്മുടെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നോട്ട് നമ്മൾ ജിമ്മിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ഒരു മാസത്തിന് ശേഷം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രഷിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്യണത് ആപ്പിൾ സൈഡ് വിനീഗർ ഇളം ചൂടുവെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂൺ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് കുഴയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 5 ആൽമണ്ട് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. ഇത് നമുക്ക് ജിമ്മ് കഴിഞ്ഞിട്ട് വന്നിട്ട് കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ വന്നതിന് ശേഷമാണ് വർക്കൗട്ട് ചെയ്ത് വന്നതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കത്തുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് ജിമ്മിലോട്ട് ചെല്ലാം. അപ്പോൾ ജിമ്മിൽ ചെന്ന് ഷൂ ഒക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ജിമ്മിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ജിമ്മ് കാണിച്ചു തരാം. ഇതൊക്കെ ഷൂസ് വെക്കുന്ന സ്ഥലം. ഇത് നമ്മൾ കയറി വരുമ്പോൾ ഇതാണ് നമ്മുടെ ജിം കേട്ടോ. അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് അധികം ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാൻ ഏകദേശം ഒരു 8:30-9 മണി ആ സമയത്താണ് ചെല്ലണത്. അപ്പോൾ ഒരു മാസം കൊണ്ടാണ് നമ്മൾ ജിമ്മിലോട്ട് പിന്നെയും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് മടിയുണ്ട്. അതേപോലെ തന്നെ ചെയ്യാനൊക്കെ പഴയ പോലെ ഒരു ഫോമിലോട്ട് വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. അപ്പോൾ വന്നപ്പോൾ തന്നെ ആദ്യമേ വാമപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്മുടെ കോച്ച്, നമ്മുടെ ട്രെയിനർ പറഞ്ഞത് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യേണ്ട, ഈ ഒരാഴ്ച ഇങ്ങനെ കാർഡിയോ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് ചെറിയ ചെറിയ കാർഡിയോസ് മാത്രമാണ് ചെയ്യണുള്ളൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രെഡ്മില്ലിൽ നമ്മൾ ജസ്റ്റ് ഒരു 10 മിനിറ്റ് നടന്നിട്ടാ. ഭയങ്കര സ്പീഡിലൊന്നുമല്ല, പതുക്കെയാണ്. ഒരു 3 or 3.5 ഇട്ടിട്ടാണ് ഞാൻ നടന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അധികം ഇട്ട് നടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റും കൂടെ നടന്നിട്ട് ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേയും നമ്മൾ കാർഡിയോ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീക്ക് മൊത്തം കാർഡിയോ ആണ് നമ്മൾ ചെയ്യണുള്ളൂ. ബാക്കി വർക്കൗട്ടൊക്കെ നമുക്ക് അടുത്ത ആഴ്ച തൊട്ട് നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൻ്റെ ലെഗ് പെയിനും കാര്യങ്ങളൊക്കെ ബോഡി പെയിൻ നല്ല രീതിയിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജിമ്മിൽ പോയിട്ട് ഒരു ദിവസം വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവും. നമ്മൾ ബോഡി പാർട്സിനൊക്കെ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അത് വിചാരിച്ചിട്ട് വരാതിരിക്കരുത്, നമ്മൾ ചെയ്യാതിരിക്കരുത്. അതിലും ബെറ്ററായിട്ട് നമ്മൾ ചെയ്യാൻ നോക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്തതിനൊരു ഗുണം ഉണ്ടാവുള്ളൂ. അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ പിന്നെയും വാമപ്പ് സെക്ഷനും അതുപോലെ തന്നെ കാർഡിയോ ആണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോകണം. ഇന്ന് കുറച്ചധികം നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട്, കാരണം സ്റ്റെപ്പ് കയറി ഇറങ്ങൽ കുറച്ച് ഹെവി ആയിരുന്നു. നമ്മളൊരു 10 റൗണ്ടെങ്കിലും കയറിയിട്ടുണ്ടാവും. അപ്പോൾ ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. ഇനി നേരെ നമ്മൾ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നോർമലാണ്. ഇന്ന് പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പുട്ടും അതുപോലെ തന്നെ കടലയും ഒരു മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കുമാണ് പിന്നെ അതനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.